അൻവറാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ഗംഭീര കാൻഡിഡേറ്റ് എന്ന് ഞാൻ പറയും. ഈ മറ്റ് 3 പേരെക്കാൾ ഭയങ്കര ഫ്ലെക്സിബിളാണ്, ഭയങ്കര ജനകീയനാണ്. വോട്ട് ചോദിക്കാൻ അൻവറിൻ്റെ ഒരു ശേഷിയുടെ ഏഴായാലും ഇവരാരും വരില്ല. അത് ബുദ്ധിജീവിയായാലും സിനിമയെടുത്ത ആളായാലും മറ്റെന്തെങ്കിലും ആയാലൊന്നുമല്ല. അൻവർ ഒരു താരമാണ്. അൻവർ ഒരു ഭയങ്കര കുശാഗ്ര ബുദ്ധിയുള്ള ഒരു രാഷ്ട്രീയക്കാരനുമാണ്. അൻവർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, എങ്ങാനും LDF ജയിക്കുകയാണെങ്കിൽ അത് UDF നിന്നുള്ള ക്രോസ് വോട്ട് കൊണ്ട് സംഭവിച്ചതാണ് എന്നുള്ളതാണ് അൻവർ പറഞ്ഞു വെച്ച പോയിന്റ്. അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഒരു അവസാനത്തെ തെരഞ്ഞെടുപ്പല്ല. അൻവർ ഇനിയും ഇവിടെ നിൽക്കണം. അൻവർ ഇനിയും രാഷ്ട്രീയമുണ്ട്. അൻവർ UDF ഒരു വാതിൽ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു. മുസ്ലിം ലീഗ് അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് അൻവറിനെ കൂടെ കൂട്ടാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കെ അൻവർ മത്സരിച്ച ഈ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് എങ്ങാനും തോറ്റാൽ അൻവറിൻ്റെ മുമ്പിൽ വാതിലുകൾ എന്നേക്കുമായി അടയും. ആ വാതിൽ അടയാതിരിക്കാൻ വേണ്ടി അൻവർ പറഞ്ഞ ഒരു മുന്നോട്ടുള്ള ഒരു ഏറാണ് UDF നിന്നുള്ള വോട്ടുകൾ LDF പോയിരിക്കുന്നു എന്നുള്ളത്. പക്ഷേ എന്നെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം, അൻവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ LDF സ്ഥാനാർത്ഥിക്ക് ഒരു ചെറിയ മേൽക്കൈ നീങ്ങുന്നുണ്ടോ എന്ന് അൻവറിനൊരു ചെറിയ ഭയം തട്ടി. 100%. അവിടെയാണൊരു പ്രശ്നം. അൻവർ പറയാതെ പറയുന്നത് ഒളിഞ്ഞിരിക്കുന്ന പിണറായി അല്ല, ഉണർന്നിരിക്കുന്ന പിണറായിക്ക് ഒരു മേൽക്കൈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന മണിക്കൂറിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ്.